തിരിച്ചു വരാം. ദൈവം സ്നേഹമാണ് എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവം സ്നേഹമാണ് എന്നുള്ള കാഴ്ചപ്പാടായിട്ട് രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ശിക്ഷിക്കാനിരിക്കുന്ന, കുറ്റവിധിക്കാനിരിക്കുന്ന, നശിപ്പിക്കാനിരിക്കുന്ന, തകർന്നു കളയാനിരിക്കുന്ന ഒരു ദൈവമായിട്ടല്ലാതെ സ്നേഹിക്കുന്ന ദൈവമായിട്ട് ദൈവത്തെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ വളരുന്നില്ലായെങ്കിൽ, ഭയത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് വളരാൻ സാധിക്കുന്നില്ലായെങ്കിൽ, ഭയം എന്ന ചിന്തയിൽ നിന്നും ദൈവത്തെ കുറിച്ചുള്ള ഭയമുള്ള കാഴ്ചപ്പാടിൽ നിന്നും ദൈവത്തെ സ്നേഹം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഒന്ന് കാലുമാറ്റി ചവിട്ടുവാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ ക്രിസ്തുമസ് വെറുമൊരു ആഘോഷമായി കടന്നുപോകും. ഈ ക്രിസ്തുമസിൽ നമ്മൾ എടുക്കേണ്ട രണ്ടാമത്തെ നിലപാട്, തീരുമാനം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹമായി ഞാൻ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അത് കാര്യത്തൊഴുത്തിൽ മനുഷ്യാവതാരം കൊണ്ട് യേശുവിൽ തുടങ്ങി ഇന്ന് അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ നാഥനിൽ വരെ എത്തി നിൽക്കുമ്പോഴാണ് വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം സ്നേഹമായി കൂട്ടുകയും. അല്ല എങ്കിൽ ദൈവത്തിന്റെ സ്നേഹമുഖം മാറ്റിവെച്ചിട്ട്, ദൈവത്തിന്റെ സ്നേഹമുഖത്തിന്റെ കാരുണ്യമുഖത്തിന്റെ ഭാവങ്ങളെ മാറ്റിവെച്ചിട്ട് ദൈവത്തെ ഒരു കനിഷ്ഠക്കാരനായിട്ട്, ഒരു കൃത്യനിഷ്ഠക്കാരനായിട്ട്, ഒന്നും ക്ഷണിക്കാത്ത, ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത, ശിക്ഷിക്കാൻ മാത്രം നോക്കിയിരിക്കുന്നവനായിട്ട് കണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം അങ്ങ് മുരടിച്ചു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അനുഭവങ്ങളില്ലാതെ പോകും. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പെന്തക്കോസ്ത് സഭാ സമുദായത്തിലേക്ക് പോയ ഒരു സഹോദരിയോട് സംസാരിക്കുകയുണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ള ആളാണ്. അപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം, ആ വ്യക്തി പറയുന്ന കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് വർഷങ്ങളായിട്ട് ഞാൻ സൺഡേ സ്കൂളിൽ പോയ വ്യക്തിയാണ്, യൂണിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അതിരൂപതാലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇടവകയിൽ വാർത്തകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇടവകയിലെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ സജീവ പങ്കാളിയായിരുന്നു. പക്ഷേ എനിക്ക് ദൈവാനുഭവം ലഭിച്ചില്ല. വാക്ക് പറയുന്നത് ഇതാണ്, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഞാൻ മനസ്സിലാക്കിയത്, യേശുവിനെ, സത്യ യേശുവിനെ ഞാൻ അറിഞ്ഞത് അവരുടെ കൂട്ടത്തിൽ പോയപ്പോഴാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് ആശാരിയുടെ കുഴപ്പമുണ്ട്, തടിയുടെ വളവുമുണ്ട്. നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി കാണും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആശാരിയുടെ കുഴപ്പമുണ്ട്, തടിയുടെ വളവുമുണ്ട്. പല കാര്യങ്ങളും ഇങ്ങനെയാണ്. എല്ലാവരും സഭയിലെ ആ ഉദാസകളുടെ പരിഗണനത്തെ കുറിച്ച് അല്ലെങ്കിൽ സഭാ സംവിധാനത്തെ കുറ്റപ്പെടുത്തി പുറത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി, പെന്തക്കോസ്ത സഭാ സമുദായങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുനിയുമ്പോൾ അവർ പറയുന്ന ഒരു എളുപ്പ കാരണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ സാധിച്ചത് ഈ കൂട്ടായ്മയിൽ വന്നപ്പോൾ മാത്രമാണ്. പള്ളിയിലായിരുന്നപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളിലും പോയിട്ടുണ്ട്, ഇതുപോലെ പല ക്രിസ്മസിന് ഞങ്ങൾ കൂടിയിട്ടുണ്ട്, ഇതുപോലെ പല ധ്യാനത്തിന് ഞങ്ങൾ വന്നിട്ടുണ്ട്, ഇതുപോലെ പല ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ട്, പല സംഘടനകളിൽ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ സാധിച്ചത് ഈ ഒരു കൂട്ടായ്മയിൽ ചെന്നപ്പോൾ മാത്രമാണ്. ഞാൻ പറയും, തടിയുടെ വളവുണ്ട്, ആശാരിയുടെ കുഴപ്പമുണ്ട്. ആശാരിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നു. സഭയിലെ എല്ലാ കാര്യങ്ങളും 100% കൃത്യമായിട്ട് നടക്കുന്നുവെന്ന് ഞാൻ അവകാശപ്പെടുന്നു. മാനുഷികമായ കുറവ് സഭയും പോരായ്മകള് വ്യക്തികളെന്ന നിലയിൽ വൈദികരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സഭയുടെ മൊത്തത്തിലുള്ള ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടാകാം. വ്യക്തിപരമായ കുറവുകൾ ഉള്ള വ്യക്തികളെന്ന നിലയിൽ സഭയിൽ ചിലപ്പോൾ അച്ഛന്മാര് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടാകാം. പള്ളിയിൽ ചെന്നപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ളവർ നടത്തി തന്നിരിക്കുക. ഇപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്ന് കുറവുകളുടെ കുറ്റങ്ങള് സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉദാസനങ്ങളുള്ള സമീപനം, ഉദാസനങ്ങളും സഭയുടെ പ്രവർത്തനവുമായിട്ട് നമ്മൾ അല്ലെങ്കിൽ സഭയിലെ വ്യക്തികളുടെ പ്രവർത്തനവുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ച് കാണരുത്. ഉദാസനങ്ങളുടെ ദൈവാനുഭവം, ഉദാസനങ്ങളിലൂടെ കിട്ടുന്ന വിശുദ്ധ കുർബാനയിലൂടെയും ഉപസ്ഥാനങ്ങളിലൂടെയും കിട്ടുന്ന ദൈവാനുഭവത്തെ നമ്മൾ എത്രമാത്രം ഒരുക്കത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ് ചോദ്യം. തടിയുടെ കുഴപ്പം നമ്മളാരും പരിഗണിക്കാറില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനാണ് നമുക്ക് ഓരോരുത്തർക്കും താല്പര്യം. നമ്മുടെ ഭാഗത്ത് നിന്ന് എത്രമാത്രം ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു, എത്രമാത്രം ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു, എത്രമാത്രം ഒരുക്കത്തോടെ ഈ ക്രിസ്മസിന് മുമ്പുള്ള ഉപസാരം നടത്തിയിട്ടുണ്ട്. ഞാൻ ഏറ്റുമാനൂര് ആയിരുന്ന സമയത്ത് അവിടെ പള്ളിയിൽ ഉപസാരിപ്പിക്കാൻ പോകും. സെമിനാരി പഠിപ്പിക്കുന്ന സമയത്ത് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നല്ല തിരക്കിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 24-ാം തീയതി വൈകുന്നേരങ്ങളിലേക്ക് ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റുമാനൂർ ചന്തക്കെടുത്താണ് ഏറ്റുമാനൂർ പള്ളി. അവിടെ ഓർഡർ കൊടുത്തിട്ട് ചേട്ടാ ഇറച്ചി ഒന്ന് അരി വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ പള്ളിയിലേക്ക് കയറി പോന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മീൻ മേടിച്ചത് വെട്ടാൻ ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് തിരിച്ചു മേടിച്ചോണ്ട് പോകണമെങ്കിൽ, അത് അവിടെ ഇരുന്ന് പോകാതിരിക്കണമെങ്കിൽ പെട്ടെന്ന് ഈ കുമ്പസാരവും നടക്കണം. അതുകൊണ്ട് പെട്ടെന്ന് നടത്തിയിട്ട് പോകാനുള്ള ഒരു കടമ പോക്കലായിട്ട് കുമ്പസാരത്തെയൊക്കെ നമ്മൾ പലപ്പോഴും കാണുകയും. അപ്പൊ കുമ്പസാര ഉദാശയോട് നമ്മൾ കാണിക്കുന്ന സമീപനം, അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്,
ക്രിസ്തുമസിന്റെ തലേദിവസം മാത്രം ശക്തമായിട്ട് കുമ്പസാരിക്കുന്നത്. ഇത് യഥാർത്ഥമായ അനുതാപത്തോടുകൂടിയുള്ള കുമ്പസാരമൊന്നുമല്ല. ഇത് കടന്നു പോകാനാണ്. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ചെറുക്കനോട് എന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് പോയി കുമ്പസാരിച്ചതാണ്. അല്ലെങ്കിൽ കെട്ടിയവനെ കുത്തി എഴുന്നേൽപ്പിച്ച് ഇട്ടതിന്റെ പരിണത ഫലമാണ് ഈ കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുമ്പസാരം എന്നുള്ളത് കഴിഞ്ഞ വർഷം ഞാൻ നെടുകുന്ന പള്ളിയാണ് കുമ്പസാരിച്ചത്. ഉച്ച കഴിഞ്ഞ് അവിടെ വീണ്ടും കുമ്പസാരവും ആരാധനയൊക്കെ ഉണ്ട്. അപ്പൊ അവിടേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ നെടുകുന്ന പള്ളിയിൽ കഴിഞ്ഞ വർഷം കുമ്പസാരിച്ചിട്ടുണ്ടപ്പോ ഒരു ചേട്ടനും കുടുംബവും വൈകുന്നേരം ഒരു 7 മണിയൊക്കെ സമയത്ത് കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് വന്നു. എനിക്ക് പരിചയമുള്ള ആളുകളാണ്. ഞാൻ നെടുകുന്നക്കാരനായതുകൊണ്ട് എന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുമ്പസാരിപ്പിച്ചു. 2 പിള്ളേര്, ചേച്ചി, അമ്മായിയമ്മ, ഈ ചേട്ടൻ ഇവരെയൊക്കെ കുമ്പസാരിപ്പിക്കുകയാണ്. ചേട്ടൻ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് അവസാനമാണ് വന്നത്. ചേട്ടൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. എന്നെ നല്ല പരിചയമുള്ള ചേട്ടനാണ്. ഞാൻ കുമ്പസാരിപ്പിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി ഇവരോട് വർത്തമാനം പറഞ്ഞു. കുറെ നാൾ കൂടിയിട്ടാണ് അവരെ കാണുന്നത്. അപ്പൊ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, ഞാൻ കുമ്പസാരിക്കാൻ വന്നതല്ല അച്ഛാ, ഇത് അച്ഛനോട് ഇരിക്കുന്നതാണ് ഞാൻ കുമ്പസാരിച്ചതാണ് പറഞ്ഞു. ആ കുമ്പസാരം കേട്ടപ്പോഴും എനിക്കത് മനസ്സിലായി. ഒരു കുമ്പസാരിക്കാൻ വന്നതല്ലായിരുന്നു. പിന്നെ എന്നെ കണ്ട് എന്നോട് ഇച്ചിരി സ്നേഹം കൂടുതലുള്ള ചേട്ടനാണ്. അപ്പൊ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇച്ചിരി സ്നേഹം ഇച്ചിരി കൂടെ കൂടും. അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ചേട്ടനെ കുമ്പസാരിച്ചതേ ഉള്ളൂ. പ്രിയമുള്ള സഹോദരികളെ, ഇങ്ങനെയാണ് നമ്മുടെ പലരുടെയും കുമ്പസാരം പോകുന്നത്. അപ്പൊ വീട്ടുകാരെല്ലാവരും കൂടെ വന്നു. കാർ ഓടിക്കാൻ ഡ്രൈവറെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടനും വന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചേട്ടനപ്പോ വന്നത് കുമ്പസാരിക്കാനല്ല, ചേട്ടൻ വന്നത് ഡ്രൈവറായിട്ടാണ്. അപ്പൊ ചേട്ടന്റെ കൂട്ടത്തിൽ വന്ന എല്ലാവരെയും കുമ്പസാരിച്ച ശേഷം ചേട്ടൻ നോക്കുമ്പോഴാണ് പരിചയമുള്ള അച്ഛൻ ഇരിക്കുന്നത്. എന്നാ പിന്നെ അച്ഛനോട് സ്നേഹം ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ കുമ്പസാരിക്കും. അച്ഛൻ വലിയ കട്ടിയായ പ്രാച്ചിത്വം തരികയായിരിക്കും. അതുകൊണ്ട് ഒരു സ്നേഹം തോന്നി ഞങ്ങൾ ചേട്ടൻ വന്നതാണ്. പ്രിയമുള്ള സഹോദരൻ, ഇങ്ങനെയുള്ള കുമ്പസാരമായി നമ്മുടെ കുമ്പസാരം മാറുമ്പോഴാണ് നമുക്കൊരു അനുഭവം കിട്ടിയിട്ടില്ല. നമ്മൾ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടില്ല, യേശുവിനെ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഭാഗത്തുനിന്നുള്ള കുറ്റവും ഇതിന്റെ അത് എത്രമാത്രം ഉണ്ട്. നമ്മൾ ഇത്രമാത്രം ഒരുക്കത്തോടുകൂടിയാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്. വന്നു അച്ഛനോട് ഏതാണ്ടൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോകുന്ന ഒരു രീതിയാകാതെ പ്രാർത്ഥിച്ച് ഒരുങ്ങി എത്ര പേര് കുമ്പസാരിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചതാണ്. കരങ്ങൾ ഉയർത്തി എന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹമായിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക. ദൈവം സ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് എന്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കുക. അപ്പൊ ഭയത്തിൽ നിന്നും സ്നേഹത്തിലേക്കുള്ള ഒരു പരിണാമത്തിന്റെ, ഒരു മാറ്റത്തിന്റെ അനുഭവമായിട്ട് എന്റെ ഈ വിശുദ്ധ ഈ തിരുനാളിന്റെ ആഘോഷം, അതായത് നമ്മുടെ ക്രിസ്തുമസിന്റെ ആഘോഷം മാറണം. അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലാതെ ഒരു ക്രിസ്തുമസ് കൂടി ആഘോഷിച്ച് നമ്മൾ കടന്നുപോകും. വെറുമൊരു ആഘോഷമായി ഇത് മാറുവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. എന്താണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത? ഈ പുൽക്കുട്ടി ജനിച്ച ഈശോയെ നമ്മൾ എപ്പോഴും പറയും അവൻ ദൈവമായിരുന്നു, പക്ഷെ അവൻ മനുഷ്യനായി അവതരിച്ചു. നമ്മള് ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം, 6-7 തിരുവചനമാണ് പലപ്പോഴും ഇതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുക. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന് രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവരായി തന്നെ തന്നെ താഴ്ത്തി. ഇതാണ് പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ എഴുതി വയ്ക്കുന്ന ക്രിസ്റ്റോളജിക്കൽ ഹിം എന്ന പേരിൽ സഭയിൽ അറിയപ്പെടുന്ന ഒരു ഗീതം. ഇതൊരു ദൈവവചനം മാത്രമല്ല, ഇതൊരു ഗീതമാണ് എന്ന് സഭാ പണ്ഡിതര് വചന പണ്ഡിതര് അഭിപ്രായപ്പെടാറുണ്ട്. എന്താണ് ഈ ക്രിസ്റ്റോളജിക്കൽ ഹിമ്മിന്റെ, ഈ ക്രിസ്തു ഗീതത്തിന്റെ പ്രത്യേകത? ക്രിസ്തു ഗീതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ദൈവമായിരുന്നിട്ടും അവൻ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതാണ്. ഉത്തമഗീത പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ ഈ തിരുവചനത്തിന്റെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഉത്തമഗീത പുസ്തകം 2-ാമത്തെ അധ്യായം 2-4 വചനം, 2 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ നമുക്കിത് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉത്തമഗീത പുസ്തകം 1 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ശാരോനിലെ പന്നീർ പൂവാണ് ഞാൻ, താഴ്വരയിലെ ലില്ലിപ്പൂവ്. മണവാളൻ പറയുകയാണ്, മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എന്റെ ഓമൻ. മണവാട്ടി പറയുന്നു, വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ മധ്യത്തിൽ എന്റെ പ്രാണപ്രിയൻ. അതിന്റെ തണലിൽ ഞാൻ ആനന്ദത്തോടെ ഇരുന്നു. അതിന്റെ ഫലം എന്റെ നാവിന് മാധുര്യപൂർണ്ണമാണ്. വിരുന്നുശാലയിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രേമത്തിന്റെ പതാക എനിക്ക് മുകളിൽ പാറി നിന്നു. അപ്പൊ ഈ തിരുവചനം, ഒരുപക്ഷെ ഉത്തമഗീത പുസ്തകം എന്താണ് എന്ന് നമുക്ക് അറിയാൻ മേലാത്തതൊന്നും നമ്മളത് വായിക്കുന്നില്ല.
കുറെ പ്രേമഗീതമാണെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കും. ഇത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി വായിക്കുന്ന സ്വഭാവം നമുക്കുള്ളതുകൊണ്ട് എന്താണ് ഈ വചനത്തിന്റെ അർത്ഥമെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ ക്രിസ്റ്റോളജിക്കൽ ഹിമ്മിന്റെ ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം തിരുവചനത്തിന്റെ 6-7 തിരുവചനത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഉത്തമഗീത പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോഴാണ്. എന്താണ് അവിടെ മണവാളൻ തന്നെ കുറിച്ച് പറയുകയാണ്, ഞാൻ ഷാരോണിലെ പനിനീർ പൂവാണ്. ഷാരോണിലെ പനിനീർ പൂവാണ് ഞാനെന്ന് മണവാളൻ പറയുകയാണ്. മണവാളൻ പറയുന്നു, ഞാൻ ഷാരോണിലെ പനിനീർ പൂവാണ്. ഷാരോൺ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പ്രതീകം. സ്വർഗത്തിന്റെ പ്രതീകമായ ഷാരോണിലെ പനിനീർ പൂവാണ് ഞാൻ. പനിനീർ പൂവ് എന്ന് പറയുന്നത് വിശുദ്ധിയുടെ, നന്മയുടെ പ്രതീകം. നന്മയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായ ഷാരോണിലെ പനിനീർ പൂവാണ് ഞാൻ. സ്വർഗത്തിലെ പനിനീർ പൂവാണ് ഞാൻ. അതാണ് യേശുവിന്റെ ദൈവപുത്രത്വം എന്ന് പറയുന്നത്. പിതാവായ ദൈവത്തിന്റെ സത്തയില് പിതാവായ ദൈവവുമായിട്ട് ഒന്നായിരിക്കുന്നവനാണ് യേശു ക്രിസ്തു. പിതാവായ ദൈവവുമായിട്ട് ഏക അവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയാണ് ഈ പനിനീർ പൂവ് എന്ന് പറയുന്ന വിശുദ്ധിയുടെ നിറവ് എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് സൂചിപ്പിക്കും. ഇപ്പോൾ ഷാരോണിലെ പനിനീർ പൂവായിട്ട് വിലസിക്കൊണ്ടിരുന്ന ഈ പ്രിയപുത്രൻ, ഈ പുത്രനായ യേശു ക്രിസ്തു, മണവാളനായ അവൻ താഴ്വരയിലേക്ക് ഇറങ്ങി വരികയാണ്. എന്താണ് താഴ്വര? ഞാൻ താഴ്വരയിലെ ലില്ലിപ്പൂവ് ആവുകയാണെന്ന് പറഞ്ഞു. ലില്ലിപ്പൂവ് ഈശോയുടെ മനുഷ്യത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പനിനീർ പൂവ്, ഷാരോണിലെ പനിനീർ പൂവ് ദൈവത്തെ സൂചിപ്പിക്കുന്നു. സ്വർഗത്തിലായിരുന്ന അവന്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നത് ലില്ലിപ്പൂവാകാൻ വേണ്ടിയിട്ടാണ്. ഈ ലില്ലിപ്പൂവിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അടുത്ത വചനത്തിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ക്രിസ്റ്റോളജിക്കൽ ഹിമ്മില്, ക്രിസ്തു ഗീതത്തില് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ പറയുന്ന ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ഷാരോണിലെ പനിനീർ പൂവായി സ്വർഗത്തിൽ പിതാവിനോട് ഏകസത്തയില് ഒന്നായിരുന്ന വ്യക്തി എന്ന നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി മനുഷ്യരെ പോലെ ലില്ലിപ്പൂവിന്റെ അവസ്ഥയിലേക്ക്, താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുക. ദൈവത്തിന്റെ സാദൃശ്യത്തിന്റെയും മഹിമയുടെയും മേഖലകളെ വിട്ട് അവൻ മനുഷ്യത്വത്തിന്റെ സാദൃശ്യങ്ങളിലേക്ക് മനുഷ്യനായി കടന്നു വന്ന് ലില്ലിപ്പൂ പോലെ, താഴ്വരയിലെ ലില്ലിപ്പൂ പോലെ ആയിത്തീരുകയും. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് അവൻ ഈ ലില്ലിപ്പൂ ആയത് എന്നതാണ് അടുത്ത വാക്കിൽ പറയുക. മണവാളൻ തുടർന്ന് പറയുകയാണ്. 2-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനത്തിൽ പറയുകയാണ്, മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എന്റെ ഓമൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈ ഉത്തമഗീത പുസ്തകത്തിന്റെ 2-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നത്? താഴ്വരയില് ഒരുപാട് ലില്ലിപ്പൂക്കളുണ്ട്. ആ ലില്ലിപ്പൂക്കള് മനുഷ്യ വംശമാണ്. സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരുമാണ്, മനുഷ്യരായ നമ്മൾ ഓരോരുത്തരുമാണ് ഈ ലില്ലിപ്പൂക്കൾ. നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത് മുള്ളുകൾക്കിടയിലാണ്. അതാണ് തിരുവചനം പറയുന്നത്. മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരുടെ ഇടയില് എന്റെ ഓമന. ഭൂമിയില് മുള്ളുകളും എരിഞ്ഞിലുകളും ഉണ്ടായത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. പാപത്തിന്റെ പരിണതഫലമാണ് മനുഷ്യരുടെ ഇടയില് ഭൂമിയിലുണ്ടായ മുള്ളുകളും എരിഞ്ഞിലുകളും. ഇനി ഭൂമിയിൽ നീ അധ്വാനിക്കും, ഭൂമി മുള്ളുകളും എരിഞ്ഞിലുകളും പുറപ്പെടുവിക്കുന്നത് ആദ്യ പാപത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞാല് ഈ തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരായ നമ്മുടെ ജീവിതത്തില് മുള്ളുകൾക്കിടയിൽപ്പെട്ട് ഞെരുങ്ങി കഴിയുന്ന ഒരു ജീവിതാവസ്ഥ നമുക്കുണ്ട്. മുള്ളുകൾക്കിടയിൽപ്പെട്ട് ഞെരുങ്ങി കഴിയുന്ന പാപത്തിൽപ്പെട്ട്, പാപത്തിന്റെ പരിണതഫലമായ ഭയത്തിൽപ്പെട്ട്, അസ്വസ്ഥതയിൽപ്പെട്ട് നമ്മൾ ഞെരുങ്ങി കഴിയുകയാണ്. ഇതിനെ കുറിച്ചാണ് തിരുവചനത്തിൽ നമ്മൾ പറയുക. മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂവാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ മനുഷ്യവംശത്തിന്റെ അവസ്ഥ പാപത്തിന്റെ അവസ്ഥയാണ്. ദൈവം അവന്റെ അവസ്ഥയിൽ നിന്ന്, ദൈവികതയിൽ നിന്ന്, പനിനീർ പൂവായിരുന്ന അവന്റെ അവസ്ഥയിൽ നിന്നും ഒരു ലില്ലിപ്പൂവായി, മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂക്കളായ നമ്മളെ പോലെ ആയി തീരുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയും. അപ്പം ലില്ലിപ്പൂ പോലെ ഇറങ്ങി വന്ന് ഒരു ലില്ലിപ്പൂവായിട്ട് അവൻ മാറുന്നതിലൂടെ തന്നോട് തന്നെ നമ്മളെ ഓരോരുത്തരെയും സാദൃശ്യപ്പെടുത്തുകയാണ്, താതാത്മ്യപ്പെടുത്തുകയാണ്. യേശു സ്വർഗത്തിൽ നിന്നും, ഈശോ മിശിഹ സ്വർഗത്തിൽ നിന്നും മനുഷ്യരായി അവതരിച്ച് മനുഷ്യരായ നമ്മളോട് ഒന്നായി തീരുകയും. ഇപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ശൂന്യവൽക്കരണത്തിലാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പനിനീർ പൂവായിരുന്നവൻ ലില്ലിപ്പൂവായി, ലില്ലിപ്പൂക്കളായ നമ്മളോടൊപ്പം
സ്വഭാവം താതാത്മ്യപ്പെട്ട് ആയിരിക്കുക. ഇതാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 6-7 തിരുവചനത്തിൽ പറയുക. അവൻ സ്വർഗീയ സമാനതകളെ വിട്ടെറിഞ്ഞ് ഭൂമിയുടെ സാധാരണങ്ങളിലേക്ക് ഇറങ്ങി വന്നു. ഉത്തമഗീത പുസ്തകത്തിൽ പറയുന്നു, ശാരോണിലെ പനിനീർ പൂവായിരുന്ന അവൻ ഒരു ലില്ലിപ്പൂവായി മുള്ളുകൾക്കിടയിൽ പാപത്തിൽപ്പെട്ട് കിടന്ന ലില്ലിപ്പൂക്കളായ മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കടന്നു വന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ പറയുക, സ്നേഹത്തിന്റെ മൂർധന്യ അവസ്ഥ എന്ന് പറയുന്നത് തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയക്കുവാൻ പിതാവ് തിരുമനസ്സായി എന്നുള്ളതാണ്. കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നോട് താതാത്മ്യപ്പെട്ട വ്യക്തിയാണ് എന്ന് തിരിച്ചറിയാം. അപ്പം ദൈവത്തെ ഭയപ്പെട്ട അവസ്ഥയിൽ നിന്നും ദൈവത്തെ സ്നേഹമായി മനസ്സിലാക്കുന്നവൻ അല്പം കൂടെ ആഴത്തിലേക്ക് കടന്നു വരേണ്ടതും. ദൈവത്തെ ഭയപ്പെട്ട അവസ്ഥയിൽ നിന്നും ദൈവത്തെ സ്നേഹമായി തിരിച്ചറിഞ്ഞവൻ ദൈവം എന്നോട് ഒന്നായി ചേർന്നവനാണ് എന്ന്, എന്നോട് താതാത്മ്യപ്പെട്ടവനാണ് എന്ന് തിരിച്ചറിയും. അപ്പൊ മൂന്നാമത്തെ ഒരു ലെവലിലേക്ക് ഈ ക്രിസ്തുമസിൽ നമ്മൾ അടുത്തു നിൽക്കണം. ഭയത്തിന്റെ അവസ്ഥയിൽ നിന്നും ദൈവത്തെ സ്നേഹമായിട്ട് കണ്ടുമുട്ടുന്നു. ആ സ്നേഹമായ ദൈവം എന്നെ പോലെ ആയിത്തീർന്നു എന്ന് തിരിച്ചറിയണം. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ പറയുക. എങ്ങനെയാണ് അവൻ തന്നെ നമ്മളോട് ഒന്നാക്കി തീർക്കുന്നത്? എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, പാപമൊഴിച്ച് സകലതിലും അവൻ നമ്മളോട് ഒന്നായി തീർന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന പുരോഹിതൻ ദൈവീക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. പാപമൊഴിച്ച് സകലത്തിലും മനുഷ്യനെ പോലെ ആയിത്തീർന്നവൻ അജ്ഞരോടും വഴിതെറ്റിയവരോടും സഹതാപം കാണിക്കുവാൻ കഴിവുള്ളവനായി മാറുന്നത് അവന്റെ ശൂന്യവൽക്കരണത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ്. സ്വർഗത്തിൽ ഇരുന്നാല് അവന് ഈ താതാത്മ്യം പ്രാപിക്കുന്ന നടക്കത്തിൽ. അതുകൊണ്ട് സ്വർഗത്തിന്റെ മഹിമ വിട്ട്, സ്വർഗത്തിലെ പനിനീർ പൂവിന്റെ അവസ്ഥ വിട്ട് ഒരു ലില്ലിപ്പൂവായി മുള്ളുകൾക്കിടയിൽ കിടക്കുന്ന പാപത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനെ പോലെ ഒരു മനുഷ്യനായി അവതരിച്ച് അവരോട് ചേർന്ന് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവരോട് സഹതാപം കാണിക്കുവാൻ വേണ്ടി, കാരുണ്യം കാണിക്കുവാൻ വേണ്ടി. ഇപ്പൊ എന്നോട് സഹതാപമുള്ളവനായിട്ട്, എന്നോട് കാരുണ്യം കാണിക്കുന്നവനായിട്ട് ദൈവത്തെ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കണം. ഭയത്തിൽ നിന്നും സ്നേഹത്തിലേക്കും, സ്നേഹത്തിൽ നിന്നും എന്നോട് താതാത്മ്യപ്പെട്ടവനായിട്ട് ദൈവത്തെ കണ്ടുമുട്ടുവാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവനാണ് രക്ഷകനെന്ന് ഏറ്റു പറയാൻ സാധിക്കുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി കണ്ടുമുട്ടുന്ന വ്യക്തിയായി മാറുവാൻ നമുക്ക് സാധിക്കണം. കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നേഹം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ദൈവം നമ്മുടെ മുമ്പില് വിരുന്നാക്കി ഒരുക്കുന്ന അവസ്ഥയിലേക്ക്, രക്ഷയാക്കി ഒരുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തയെ നമ്മൾ കൊണ്ടുചെന്നെത്തിക്കുകയും ഈ ക്രിസ്തുമസിന് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ തിരുവചന ഭാഗം നമുക്ക് മുമ്പിൽ തരികയാണ്. ഉത്തമഗീത പുസ്തകത്തിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ ചിന്തകളെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. ഉത്തമഗീത പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ മണവാട്ടി തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. മണവാട്ടി എന്ന് പറയുന്നത് മനുഷ്യവംശമാണ്. നമ്മളെല്ലാവരും മണവാട്ടിയുടെ ആ പൊസിഷനിൽ നിൽക്കുക, സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്നിട്ട് തിരിച്ച് പറയുകയാണ്, വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ മധ്യത്തിൽ എന്റെ പ്രാണപ്രിയൻ. എന്തുകൊണ്ടാണ് ആപ്പിൾ മരം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കണം. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത് ഒരു ആപ്പിൾ മരത്തിലായിരുന്നു എന്ന ഒരു പാരമ്പര്യം ആപ്പിൾ മരം വഹിച്ചുകൊണ്ടാണ്. മരം ആപ്പിൾ മരമാണ് എന്ന് ഒരു പാരമ്പര്യം നമുക്ക് വായിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും, മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ വനവൃക്ഷങ്ങൾക്കിടയിൽ ഒരു ആപ്പിൾ മരം പോലെ യേശു ക്രിസ്തു നിൽക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദി മാതാപിതാക്കളുടെ പാപത്തിന്റെ ഫലമായിട്ട് ഈ ഭൂമിയിലെ മറ്റ് വൃക്ഷങ്ങളെല്ലാം കയ്പേറിയ ഫലം നൽകുന്ന, പാപത്തിന്റെ വിഷഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി രൂപപ്പെട്ടു. മറ്റ് മനുഷ്യരെല്ലാവരും ആദത്തിന്റെ വംശപരമ്പരയില്, മനുഷ്യനായ ആദത്തിന്റെ വംശപരമ്പരയിൽ ജനിച്ച എല്ലാവരും പാപത്താൽ ഗ്രസിക്കപ്പെട്ട് പാപത്തിന്റെ പരിണിത ഫലമായ തിന്മയുടേക്കുള്ള ചായ്ച്ചിലുള്ള വ്യക്തികളായി മാറുകയും നന്മയുടെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല, തിന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിട്ടാണ് ജീവിച്ച് കടന്നുപോകുക. അതുകൊണ്ടാണ് നമ്മൾ ഉത്ഭവ പാപം എന്ന് പറയുന്നത്. കുംഭസാരത്തില് നമ്മുടെ മാമോദിസയില് ഉത്ഭവ പാപം മാറുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാമോദിസ എന്ന് പറയുന്ന കുദാശ ആദ്യമായിട്ട് സ്വീകരിക്കുക, ഉത്ഭവ പാപം നീക്കുക. ഇപ്പൊ ആപ്പിൾ മരത്തിന് മാത്രമേ
നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അത് യേശു ക്രിസ്തുവാണ്. യേശുവിനെ മാത്രമേ നല്ല ഫലം കായ്ക്കുവാൻ സാധിക്കുന്നു. മറ്റു മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതത്തില് തിന്മയുടെ ഫലമാണത്. അവന്റെ രക്ഷയ്ക്ക് മാത്രമേ, അവന്റെ ഫലത്തിന് മാത്രമേ മാധുര്യം നൽകുവാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും കൈപ്പേറിയ ജീവിതത്തിന്റെ അവസ്ഥയാണുള്ളത്. അതിന്റെ തണലിൽ ഞാൻ ആനന്ദത്തോടെ ഇരുന്നു, അതിന്റെ ഫലം എന്റെ നാവിന് മാധുര്യപൂർണ്ണമാണ്. അപ്പൊ തണൽ നൽകുന്ന, മധുരം പകരുന്ന ഒരു വൃക്ഷം യേശു എന്ന് പറയുന്ന വൃക്ഷം മാത്രമാണ്. ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തുവിനെ ആപ്പിൾ മരത്തിൽ തൂങ്ങി മരിച്ചവനെ, കുരിശു മരത്തിൽ തൂങ്ങി മരിച്ചവനെ, വൃക്ഷത്തിൽ തൂങ്ങി മരിച്ചവനെ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് ഏറ്റുപറയാൻ സാധിക്കുക, രക്ഷകനായിട്ട് സ്വീകരിക്കുവാൻ സാധിക്കുക. അവിടെയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം ഉണ്ടാവുന്നത്, എനിക്ക് രക്ഷ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് വരുന്ന തിരുവചനം അല്പം കൂടി ഒരു പടിയും കൂടെ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. വിരുന്നുശാലയിലേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് മറ്റൊന്നുമല്ല, ഇത് വിശുദ്ധ കുർബാനയാണ്. വിരുന്നുശാലയിലേക്ക് ഓരോ ദിവസവും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്നേഹമാണ് ദൈവം. ദൈവത്തിന്റെ കാരുണ്യം അപ്പമായി മുറിച്ചു വിളമ്പി, ദൈവത്തിന്റെ ശരീരവും രക്തവും, യേശുവിന്റെ ശരീരവും രക്തവും നമുക്ക് മുമ്പിൽ മുറിച്ചു വിളമ്പുമ്പോൾ ദൈവത്തിന്റെ വിരുന്നുശാലയിൽ ഒന്നിച്ചു ചേർക്കപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നിട്ട് പറയുകയാണ്, പ്രേമത്തിന്റെ പതാക എനിക്ക് മുമ്പിൽ അവൻ വിരിച്ചു എന്നാണ് പറയുന്നത്. സ്നേഹത്തിന്റെ ഒരു വസ്ത്രം കൊണ്ട് അവനെ പൊതിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊന്ന് തിരിച്ചു പോയാൽ കാണാൻ സാധിക്കും, സുവിശേഷത്തില് ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരില് ഒരുത്തിന് മാത്രം വിവാഹ വസ്ത്രമില്ലാത്ത ഒരു അവസ്ഥ സംജാതമാകുന്നുണ്ട്. ഒരാൾക്ക് മാത്രം വിവാഹ വസ്ത്രമില്ലാത്ത അവസ്ഥ സംജാതമാകുമ്പോൾ വിരുന്നിന് ക്ഷണിച്ച രാജാവ് ഇറങ്ങി വന്നിട്ട് ചോദിക്കും, സ്നേഹിത, നിന്റെ വസ്ത്രം എവിടെ? എല്ലാവർക്കും വിവാഹ വസ്ത്രം കൊടുത്തതാണ്. സ്നേഹത്തിന്റെ, ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ വിവാഹ വസ്ത്രം കൊണ്ട്, സ്നേഹത്തിന്റെ പതാക കൊണ്ട്, ഉത്തമഗീത പുസ്തകത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ പതാക കൊണ്ട് പൊതിഞ്ഞാണ് ഓരോ വ്യക്തിയെയും വിരുന്ന് മേശയിലേക്ക് അവൻ ചേർത്ത് നിർത്തുക. വിശുദ്ധ കുർബാനയിലേക്ക് ഓരോ വ്യക്തിയെയും ചേർത്ത് നിർത്തുക. അനുതാപ കുദാശയുടെ, ഉപസാര കുദാശയുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പതാക കൊണ്ട് പുതപ്പിച്ചാണ് കൊണ്ടുവരുന്നത്. സ്നേഹത്തിന്റെ കുദാശ കൊണ്ട്, അനുരഞ്ജനത്തിന്റെ കുദാശ കൊണ്ട്, കാരുണ്യത്തിന്റെ കുദാശ കൊണ്ട് നിന്നെ പൊതിഞ്ഞാണ് അവൻ അൾത്താരയിലേക്ക് വിളിച്ചു ചേർക്കുന്നത്. അനുദപിക്കാത്ത ഒരു വ്യക്തിക്കും ഈ അപ്പം ഭക്ഷിക്കുവാൻ അനുവാദമില്ല. അനുദപിക്കാത്ത ഒരു വ്യക്തിക്കും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനുള്ള അനുവാദമില്ല. അനുദപിക്കാത്ത ഒരു വ്യക്തിക്കും വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായിട്ട് പങ്കുചേരുവാൻ വേണ്ടി സാധിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, രക്ഷയുടെ അനുഭവം നമുക്ക് സ്വന്തമാകുന്നത് കുർബാന എന്ന കൂദാശയുടെ രക്ഷാകര അനുഭവം, വിരുന്ന് മേശയുടെ മാധുര്യം, അതിന്റെ തണല് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ പതാകയാകുന്ന അനുരഞ്ജന കൂദാശ കൊണ്ട് നമ്മളെ തന്നെ പൊതിയുമ്പോഴാണ്. ഈ ക്രിസ്തുമസില് പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവം എന്നോട് താതാത്മ്യപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ്, അവന്റെ കാരുണ്യത്തിന്റെ വിരുന്ന് മേശയിൽ ക്രിസ്മസ് രാവിലെ നമ്മൾ കുർബാനയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവന്റെ കാരുണ്യ മേശയിൽ നിന്നും, അപ്പത്തിൽ നിന്നും ഒരപ്പം എന്റെ നാവിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ആത്മാർത്ഥതയോടെ, ചങ്കുറപ്പോടെ എനിക്ക് കുർബാന സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ, ഈ കാരുണ്യത്തെ അനുഭവിക്കാൻ, അതിന്റെ ആനന്ദത്തോടു കൂടി അതിനെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, കുർബാന എന്ന കൂദാശ ഒരുക്കത്തോടു കൂടി സ്വീകരിക്കാനുള്ള അനുരഞ്ജന കൂദാശ നമ്മൾ സ്വീകരിക്കണം. ഇവിടെ എല്ലാവരും പ്രസാദിച്ചവരായിരിക്കാം ഇരിക്കുന്നത്. പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാ, ഭയത്തിൽ നിന്നും സ്നേഹത്തിലേക്കും, സ്നേഹത്തിൽ നിന്നും താതാത്മ്യപ്പെട്ടവനായ മിശിഹായിലേക്കും, താതാത്മ്യപ്പെട്ടവനായ മിശിഹായിൽ നിന്നും അവന്റെ വിരുന്നുമേശയിലേക്കുമുള്ള ഒരു യാത്ര. അതാണ് ക്രിസ്തുമസ് നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ദൈവത്തെ ഭയപ്പെട്ട് അകലെ നിൽക്കണമെന്നല്ല. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്തുമസിന്റെ രാവിലെ പോലും കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മടി കാണിച്ച് നിൽക്കുന്നവർ, ദേവാലയത്തിന് ഉള്ളിൽ നിൽക്കുന്നവരുണ്ട്, ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നവരുണ്ട്. തണുപ്പ് കാരണം കട്ട വീടി വലിച്ച്, ശക്തമായിട്ട് വീടി വലിച്ച് പുകവിട്ട് നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വിരുന്ന് മേശയോട് വിമുഖത കാണിച്ച് നിൽക്കാനല്ല ഈ ക്രിസ്തുമസ് നമ്മളെ ക്ഷണിക്കുക. മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹമായി കണ്ടു നിൽക്കുക. ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്നും സ്നേഹത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കുക. ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത മനുഷ്യനായി അവതരിച്ച് എന്നോട് താതാത്മ്യപ്പെട്ട് കാണിച്ചു തന്നു. ഷാരോണിലെ പനിനീർ പൂവായവൻ താഴ്വരയിലെ ലില്ലിപ്പൂവായി മാറും. എന്തിനു വേണ്ടി? മുള്ളുകൾക്കിടയിൽ കിടക്കുന്ന എന്നെ പോലെയുള്ള ലില്ലിപ്പൂവിനെ വിശുദ്ധീകരിക്കാൻ, തന്നോട് തന്നെ ചേർത്ത് വെച്ച് വീണ്ടും പനിനീർ പൂവിന്റെ അവസ്ഥയിലേക്ക് ഉയർന്നു പോകാൻ.
എന്നിട്ട് അവിടെ നിർത്തുന്നില്ല. അവൻ വിരുന്നു മേശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന ഉത്തമഗീത പുസ്തകം. അവന്റെ വിരുന്നു മേശയിൽ അവന്റെ കാരുണ്യത്തിന്റെ പുതപ്പ് അണിയിച്ച്, അവന്റെ സ്നേഹത്തിന്റെ വിവാഹ വസ്ത്രം നൽകി, അവന്റെ കാരുണ്യത്തിന്റെ കവചം ധരിപ്പിച്ച് നിന്നെ എന്നേക്കും അവന്റേതാക്കി ചേർത്ത് നിർത്താൻ. പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് രക്ഷയുടെ അനുഭവവും ആനന്ദത്തിന്റെ അടയാളവുമായി മാറണം എന്ന് തിരുവചനം ഒരിക്കൽ കൂടി പറയുകയാണ്. ഭയം മാറിയാൽ ഉത്കണ്ഠ മാറും. ഭയം മാറുന്നിടത്ത് ഉത്കണ്ഠയും, ഉത്കണ്ഠയില്ലാത്തിടത്ത് ആകുലതയില്ലാത്തിടത്ത് ഉണ്ടാകുന്ന വികാരമാണ് ആനന്ദം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ കൂപ്പി ഇത്രയും നേരം നമ്മൾ കേട്ട തിരുവചന ഭാഗത്തെ ദൈവ തിരുസന്നിധിയിൽ ചേർത്ത് വെച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഞാൻ ഭയപ്പെടുന്ന വ്യക്തിയായിരുന്നു. ദൈവഭയം പാപത്തിന് ശേഷമുണ്ടായ വികാരമായി എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ വികാരമാണ്. ദൈവം എന്നെ ശിക്ഷിക്കുമെന്ന ഭയമായിരുന്നു എനിക്ക്. ദൈവം എന്നെ ശിക്ഷിക്കുമെന്ന ഭയവുമായി ഞാൻ നടന്ന നാളുകളിൽ അനുരഞ്ജന കുദാശയോട് ഞാൻ എത്രമാത്രം വിമുഖത കാണിച്ചു. അനുരഞ്ജന കുദാശ യോഗ്യതാപൂർവ്വം സ്വീകരിക്കാതിരുന്നു. താല്പര്യമില്ലാതെ കുർബാനയിൽ കുദാശകളിൽ പങ്കുചേർന്നു. ദൈവം സ്നേഹമാണെന്നുള്ള തിരിച്ചറിവില്ലാതെ കടന്നുപോയി. സ്നേഹം ഉള്ളിടത്ത് ഭയമില്ല. സ്നേഹത്തിന്റെ പൂർണ്ണതയായി ദൈവത്തെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിച്ചു. ഭയത്തിൽ നിന്നും ചുവട് മാറ്റി സ്നേഹത്തിൽ പാദമൂന്നി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു. സ്നേഹിക്കുന്ന ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യനായി എന്നെ തന്നോട് ചേർത്ത് പിടിക്കാനാണ്, തന്റെ രക്ഷ എനിക്ക് പ്രദാനം ചെയ്യാനുമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാണ്? എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞ്, ദൈവം എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ എത്രമാത്രം രക്ഷയുടെ അനുഭവം എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. വിരുന്ന് മേശയോട് ചേർത്ത് പിടിച്ച് വിശുദ്ധ കുർബാനയുടെ ആൾത്താരയിൽ കാരുണ്യത്തിന്റെ കുപ്പായം കൊണ്ട് എന്നെ പൊതിഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ദൈവം. കരങ്ങൾ കൂപ്പം, കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ദൈവമേ, നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് നിന്നെ മനസ്സിലാക്കി നിത്യജീവനിലേക്ക് കടന്നു നിൽക്കാം. യോഹന്നാന്റെ സുവിശേഷം 17:3 തിരുവചനത്തിന്റെ അഭിഷേകം എന്നിലേക്ക് നിറയ്ക്കണം. സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ സ്വന്തമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യം ആ യുവാവ് ചോദിക്കുമ്പോൾ, നീ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഈശോ അവരോട് പറയുന്നു, നിനക്ക് ഒരു കുറവുണ്ട്. എൻ്റെ ഒരു കുറവ് എന്താണ്? എനിക്ക് ഒരു കുറവുണ്ട്, ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ. ഈ തിരുപ്പിറവി ദിനത്തിൽ ക്രിസ്തുമസിലേക്കും ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ ദിവസത്തിൽ എനിക്കൊരു കുറവുണ്ട്. അവനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ, എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു കുറവുണ്ട് ഈശോയെ. ആ ഒരു കുറവ് ഒരു പക്ഷേ ഭയമായിരിക്കാം. ദൈവത്തെ ശിക്ഷിക്കുന്നവനായിട്ട് കാണുന്ന, ദൈവത്തെ സ്നേഹിക്കാത്തവനായിട്ട് കാണുന്നു ഭയം. ദൈവം എന്നോട് താതാത്മ്യപ്പെട്ടു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഇതൊക്കെ ഒരു കഥയായി അകലങ്ങളിൽ എവിടെയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായി മാറുക. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഒരുതരം തീഷ്ണതയില്ലായ്മയോടെ ഇതൊക്കെ 3 ദിവസം മുമ്പ് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന, ഇതൊക്കെ കുറേ നാൾ മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്, ഇതിനൊന്നും വലിയ അർത്ഥമില്ല എന്ന് പറഞ്ഞ് വെറുമൊരു ആഘോഷമായി മാത്രം ഇതിനെ കാണുന്ന എൻ്റെ ജീവിതം. ഈശോയെ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ കൂട്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവാനായ ദൈവമേ, ഈ ആലയത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ കരുണയായിരിക്കണമേ. വിശുദ്ധ കുമ്പസാരത്തോട് മറുതലിച്ച് നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട്. കുമ്പസാരിക്കാതെ, കുർബാന സ്വീകരിക്കാതെ വിശുദ്ധമായ ഈ ദിവസത്തെ ആചരിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് നീങ്ങുന്ന ഒരുപാട് മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിക്കുക. ഞങ്ങളുടെ ഭവനങ്ങളിൽ തന്നെയുണ്ട്, ഞങ്ങളുടെ അയൽപക്കങ്ങളിലുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലുണ്ട്. അവരെല്ലാം സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ നമ്മുടെ മാത്രം ആത്മരക്ഷയല്ല, ഒരുപാട് മക്കളുടെ ആത്മരക്ഷ ദൈവം